നമസ്കാരം, ഞാൻ അമത്തുൽ ബാസിദ. 10ാം ക്ലാസ്സിലെ ഹിന്ദി ടെക്സ്റ്റ് ബുക്കിൽ ഹതാശ സെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. ആ ഒരു ചാപ്റ്റർ ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഇതൊരു കവിതയാണ്. ഹതാശ സെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥ. ഹിന്ദിയിലെ പ്രശസ്തനായിട്ടുള്ള എഴുത്തുകാരനും കവിയുമായിട്ടുള്ള വിനോദ് കുമാർ ശുക്ലജി എഴുതിയിട്ടുള്ള ഹതാശ സെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥ എന്ന് പറഞ്ഞൊരു കവിതയും, ആ കവിത വായിച്ചതിന് ശേഷം മറ്റൊരു എഴുത്തുകാരനും കവിയുമായിട്ടുള്ള നരേഷ് സക്സേന ജി എന്ന് പറഞ്ഞ എഴുത്തുകാരൻ എഴുതിയ ഈ കവിതയെ പറ്റിയിട്ടുള്ള ഒരു ടിപ്പണി എന്ന് വെച്ചാൽ കുറിപ്പ്. അതാണ് പാഠഭാഗം എന്ന് പറയുന്നത്. അധികം വൈകാണ്ട് നമുക്ക് പാഠത്തിലേക്ക് പോവാം. ഹെഡിങ് ഇതാണ്: ഹതാശ സെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥ. ഹതാശ സെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥ. ഹതാശ എന്ന വാക്കിൻ്റെ അർത്ഥം നിരാശ എന്നാണ്. ഓക്കെ, അപ്പോൾ ഹതാശ സെ നിരാശയോടുകൂടി, ഏക് വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി, ബൈഠ് ഗയാ ഥ. ബൈഠ്ന എന്ന് പറഞ്ഞാൽ എന്താ? ഇരിക്കുക. ഗയാ ഥ ഇരിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, അല്ലെങ്കിൽ ഹതാശ സെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരാശയോടുകൂടി ഒരു വ്യക്തി ഇരിക്കുന്നുണ്ടായിരുന്നു. ഇതാണ് ഹെഡിങ്. എഴുത്തുകാരൻ വിനോദ് കുമാർ ശുക്ല. ഇനി നമുക്ക് വരികളിലേക്ക് പോവാം. ഒന്നാമത്തെ വരി ഇത് തന്നെയാണ്: ഹതാശ സെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥ. സന്ദർഭം ചിന്തിക്കുക. കവി ഒരു വ്യക്തിയെ കാണുകയാണ്. എങ്ങനെയാണ്? ഹതാശ സെ ഏക് വ്യക്തി, നിരാശയോടുകൂടി ഇരിക്കുന്ന ഒരു വ്യക്തിനെയാണ് അദ്ദേഹം കാണുന്നത്. ഓക്കെ, വ്യക്തിക്കോ മേ നെഹി ജാൻതാ ഥ. കവി പറയുകയാണ് എന്ത്? ആ വ്യക്തിയെ ഞാൻ നെഹി ജാൻതാ ഥ, ഞാൻ അറിഞ്ഞിരുന്നില്ല. എന്ന് വെച്ചാൽ എനിക്ക് പരിചയമുണ്ടായിരുന്നില്ല. നിരാശയോടുകൂടി ഒരു വ്യക്തി ഇരിക്കുന്നത് കവി കാണുകയാണ്. അപ്പം അദ്ദേഹം പറയുകയാണ് എന്താ? എനിക്ക് പക്ഷേ ആ ഒരു വ്യക്തിയെ പരിചയമുണ്ടായിരുന്നില്ല. കവിതയിലൂടെ മനുഷ്യർ തമ്മിൽ അറിയുന്നതിൻ്റെയും കേവലം പരിചയം എന്നുള്ളതിനപ്പുറം മനുഷ്യൻ്റെ പ്രശ്നങ്ങളെ അറിയുന്നതിനെ പറ്റി പറയുന്ന ഒരു ലളിതമായിട്ടുള്ള ഒരു കവിതയാണിത്. അത് വളരെ കൃത്യമായിട്ട് നരേഷ് സക്സേനാജി തൻ്റെ ടിപ്പണിയിലൂടെ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ലൈനിലേക്ക് പോവാം. ഹതാശ കോ ജാൻതാ ഥ, ഉസ് വ്യക്തി കോ കവി കോ നെഹി ജാൻതാ ഥ എന്ന് എന്താണ്? ആ നിരാശയോടുകൂടി ഇരിക്കുന്ന വ്യക്തിയെ കവിക്ക് അറിയില്ലായിരുന്നു അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഹതാശ കോ ജാൻതാ ഥ, നിരാശയെ എനിക്കറിയാമായിരുന്നു. എന്ന് വെച്ചാൽ നിരാശ എന്ന അവസ്ഥയെ കവിക്ക് അറിയുന്നുണ്ടായിരുന്നു. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? നേരിട്ട് ഒരു പരിചയമില്ലാത്തൊരു വ്യക്തി നിരാശയോടുകൂടി ഇരിക്കുന്നത് അദ്ദേഹം കാണുന്നു. പക്ഷേ ആ വ്യക്തിയെ പരിചയമില്ല എന്നുണ്ടെങ്കിലും അദ്ദേഹം നിരാശ എന്ന് പറഞ്ഞ അവസ്ഥയിലൂടെ അദ്ദേഹം എന്തൊരു മുസീബത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയാണ് എന്ന് കവി തിരിച്ചറിയുന്നുണ്ടായിരുന്നു എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മേ ഉസ് വ്യക്തിക്ക് പാസ് ഗയ. ഉസ് വ്യക്തിക്കോ, ആ വ്യക്തിയുടെ അടുത്തേക്ക്, ആ വ്യക്തിയുടെ പാസ് ഗയ അടുത്തേക്ക് പോയി. ഓക്കെ, അങ്ങനെ നിരാശയോടുകൂടി അല്ലെങ്കിൽ പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഒരു വ്യക്തി ഇരിക്കുകയാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ കവി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് ചെല്ലുകയാണ്. മേനെ ഹാത്ത് ബഠായ. ഞാൻ എന്ത് ചെയ്തു? ഹാത്ത് ബഠായ, എൻ്റെ കൈ അദ്ദേഹത്തിന് നേരെ നീട്ടി. കവി പറയുകയാണ് മേനെ ഹാത്ത് ബഠായ, മേരെ ഹാത്ത് പക്കടുക്കർ വഹ് ഖടാ ഹുവ. എൻ്റെ ഹാത്ത് പക്കടുക്കർ, ഹാത്ത് കൈ, പക്കടുക്കർ എൻ്റെ കൈ പിടിച്ചുകൊണ്ട്, വഹ് ഖടാ ഹുവ. ഖടാ ഹുവ എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റ് നിൽക്കുക. വഹ് ഖടാ ഹുവ എന്ന് പറയുമ്പോൾ ഇവിടെ വഹ എന്ന് പറയുന്നത് ആരെയാണ്? ഹതാശ സെ ബൈഠ് ഗയാ വ്യക്തി. കവി നീട്ടിയ കൈ പിടിച്ച് കൊണ്ട് അദ്ദേഹം എഴുന്നേറ്റ് നിന്നു. മുझे വഹ് നഹി ജാൻതാ ഥ. എന്താ? എന്നെ അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. എനിക്ക് അദ്ദേഹത്തിന് അറിയില്ല, അദ്ദേഹത്തിന് എന്നെ അറിയില്ലായിരുന്നു. ലേക്കിൻ പക്ഷെ എന്താ? മേരെ ഹാത്ത് ബഠാനേക്കോ ജാൻതേ ഥേ. എൻ്റെ കൈ പിടിച്ചിട്ടുണ്ടെന്നുള്ളത് അദ്ദേഹത്തിന് അറിയായിരുന്നു. എന്ന് വെച്ചാൽ കൈ പിടിച്ചിരിക്കുകയാണെന്ന് അദ്ദേഹത്തിന് അറിയാം. ഒരു പരിചയമില്ലാത്ത രണ്ടാളുകളാണ്. പക്ഷെ ഒരാൾ തന്നെ മറ്റൊരാൾ പ്രശ്നത്തിലായി കിടക്കുമ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് ചെല്ലുകയും, ഞാൻ പ്രശ്നത്തിലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരാൾ തൻ്റെ അടുത്തേക്ക് തന്നെ സ്വീകരിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ഒരാളെ മുന്നിൽ തന്നെ സ്വീകരിച്ചുകൊണ്ട് മുന്നിൽ ഒരാൾ വന്നിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കിയ മറ്റൊരാൾ. ആ ഒരു സംഭവമാണ് ഈ ഒരു കവിതയിലൂടെ, ഈ ഒരു മെസ്സേജാണ് ഈ കവിതയിലൂടെ കവി ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഹം ദോനോ സാഥ് ചലെ, ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് നടന്നു. ഒരു പരിചയമില്ലാത്ത രണ്ട് മനുഷ്യരാണ്. വളരെ മനോഹരമായിട്ട് കവി പറയുകയാണ്, ഒരു പരിചയം ഞങ്ങൾ തമ്മിലില്ല. ഇവിടെ പക്ഷേ കവിതയിലൂടെ ഒരു പൊതുവായിട്ട് നമ്മൾ ഈ അറിയുക എന്ന് പറയുന്നൊരു വാക്കിനെ
ഇപ്പോൾ എനിക്കൊരാളെ അറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു വ്യക്തിനെ പറ്റി പേര്, അദ്ദേഹത്തിൻ്റെ വയസ്സ്, എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജാതി, ഇന്ന കാര്യങ്ങളൊക്കെ അറിയുന്നെങ്കിൽ നമ്മൾ പറയും അതെ എനിക്കൊരാളെ അറിയാം. പക്ഷേ ഇവിടെ ഈ കവിതയിലൂടെ കവി ആ ജാൻത എന്ന് പറയുന്ന ഈ ഒരു അറിയുക എന്നുള്ളതിന് തീരെ പൊളിച്ചെഴുതാണ്. അത് അറിഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും അറിയില്ല. പക്ഷേ ഒരു മനുഷ്യന് എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്ന് നമുക്കറിയാത്തിടത്തോളം കാലം നമുക്കൊരാളെ അറിയില്ല. അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങളെ നമുക്ക് തിരിച്ചറിയാത്തിടത്തോളം കാലം ഒരു മനുഷ്യനെ നമുക്കറിയില്ല എന്നതാണ് ഈ ഒരു കവിതയിലൂടെ വിനോദ് കുമാർ ശുക്ലജി മനോഹരമായിട്ട് എഴുതി വെച്ചിട്ടുള്ള ഒരു പോയിന്റ്. ബാക്കി നമുക്ക് നോക്കാം. ദോനോ ഏക് ദൂസരോം കോ നെഹി ജാൻതേ ഥേ. രണ്ടുപേരും ഏക് ദൂസരോം എന്ന് വെച്ചാൽ പരസ്പരം, നെഹി ജാൻതേ ഥേ രണ്ടുപേർക്കും പരസ്പരം അറിയില്ലായിരുന്നു. സാത്ത് ചലനെ കോ ജാൻതേ ഥേ. പക്ഷേ സാത്ത് ചലനെ എന്ന് പറഞ്ഞാൽ എന്താ? ഒരുമിച്ച് നടക്കുക. ചലനക്ക മത്ലബ് നടക്കുക. സാത്ത് ചലനക്ക മത്ലബ് ഒരുമിച്ച് നടക്കുക. ഒരുമിച്ച് നടക്കുകയായിരുന്നു എന്ന് അവർക്ക് രണ്ടുപേർക്കും അറിയായിരുന്നു. വിനോദ് കുമാർ ശുക്ല. ഇതാണ് ഈ ഒരു കവിത എന്ന് പറയുന്നത്. ഈ ഒരു കവിതയുടെ മെസ്സേജ് ഞാൻ പറഞ്ഞു എന്ത്? ഒരു മനുഷ്യൻ്റെ പ്രശ്നങ്ങളെ അറിയാൻ ശ്രമിക്കുന്ന മറ്റൊരു മനുഷ്യൻ എന്ന് വെച്ചാൽ മനുഷ്യരുടെ ഇടയിലുള്ള ഒരു സ്നേഹം, ഒരു കൈ കൊടുക്കൽ, മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ തിരിച്ചറിയണം എന്ന് പറയുന്ന ഒരു വളരെ മനോഹരമായിട്ടുള്ള ഇന്നത്തെ കാലത്ത് ഭയങ്കര പ്രസക്തിയുള്ള ഒരു കവിതയാണ് ഹതാശ സേ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ.